നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മുതലപ്പുഴയിലും നീണ്ടകരയിലും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 10ാം ദിവസവും തെരച്ചിൽ. ദൌത്യത്തിന് നാവികസേനയുടെ INS കൽപ്പേനി കപ്പലും സ്കൂബ ടീമും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥനയിൽ ഒറ്റ രാത്രി കൊണ്ട് നേവിക്കായി നീണ്ടകരയിൽ ഹെലിപാഡ് ഒരുക്കി മാതാ അമൃതാനന്ദമയി മഠം. സർക്കാർ സംവിധാനങ്ങളിൽ വീഴ്ചയെന്ന പ്രതിപക്ഷാരോപണം തള്ളി മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ കാലത്ത് കടലിൽ കാണാതായത് 148 പേരെയെന്ന് VD സതീശൻ. ആഭ്യന്തരമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച കേസിൽ അർജുൻ ആയങ്കി റിമാൻഡിൽ. പുലർച്ചെ പിടികൂടിയത് കണ്ണൂരിൽ അഭിഭാഷകയെ കാണാനെത്തിയപ്പോൾ. അർജുൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ജാമ്യം കിട്ടിയാൽ നിസാരവൽക്കരിച്ച് കുറ്റങ്ങൾ ആവർത്തിക്കും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട ഫോൺ കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നും ആവശ്യം. അർജുനെതിരെ കാപ്പ ചുമത്തിയേക്കും. നിയമത്തെ വെല്ലുവിളിച്ചാൽ ശക്തമായ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കില്ല. കേന്ദ്ര പ്രോട്ടോകോൾ സംസ്ഥാനം പിന്തുടരില്ല. ആലാപന ഉത്തരവിൽ ചീഫ് സെക്രട്ടറിയെ തള്ളി മന്ത്രി K മുരളീധരൻ. കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ആലപിക്കൂ എന്ന് മന്ത്രി. മുഴുവൻ ആലപിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ലോക്ഭവൻ. FCRA ഭേദഗതി ബില്ലിന്മേൽ പാർലമെന്റിൽ ബുധനാഴ്ച ചർച്ച. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗിക രേഖകളിൽ കേരളമാക്കുന്നതുൾപ്പെടെയുള്ള 4 ബില്ലുകളും നാളെ പരിഗണനയ്ക്ക്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകുന്നതുവരെ പ്രതിഷേധം തുടരാൻ ഇന്ത്യ സഖ്യം. പരീക്ഷയിലെ സുരക്ഷ ഉറപ്പാക്കാൻ NTA. ഏജൻസിയിൽ വൻ അഴിച്ചുപണി. CBI, ED, IB സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. രാജ്യത്ത് യുവാക്കളുടെ വികാരം ഉൾക്കൊള്ളാൻ പാർട്ടിക്കായില്ല എന്ന തരൂരിന്റെ വിമർശനം തള്ളി കോൺഗ്രസ്. പ്രക്ഷോഭത്തിന് വഴിതെളിയിച്ചത് രാഹുൽ ഗാന്ധിയെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ. പരീക്ഷാക്രമക്കേട് ആദ്യം ഉന്നയിച്ചത് രാഹുലെന്നും തരൂരിന് മറുപടി. എറണാകുളം പെരമാടം സെന്റ് ജോൺസ് ബെത്ലഹീം ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. ആരാധനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വൈദികനെ കയ്യേറ്റം ചെയ്തു. വൈദികൻ ആരാധനയ്ക്കെത്തിയത് കോടതി ഉത്തരവ് അനുകൂലമായതിനാൽ പള്ളി പോലീസ് ഏറ്റെടുത്തു. തിരുവനന്തപുരത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനും വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനും വേണ്ടിയുള്ള തിരച്ചിലാണ് കടലിൽ പുരോഗമിക്കുന്നത്. സ്കൂബ സംഘത്തിനൊപ്പം മത്സ്യത്തൊഴിലാളികളും നേവിയും തിരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോയ ജോണിയെയും ഷിജിനെയും കാണാതായിട്ട് 10 ദിവസം പിന്നിട്ടു. സ്കൂബ സംഘത്തിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും നേവിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഷിജിന് വേണ്ടി മുതലപ്പുഴയിൽ സ്കൂബ സംഘം പരിശോധന നടത്തിയെങ്കിലും ആഴക്കടലിൽ കാഴ്ച വ്യക്തമല്ലാത്തതിനാൽ 2 തവണയായി പരിശോധന നിർത്തിവെച്ചു. നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തി ഉച്ചയ്ക്ക് ശേഷം പരിശോധന തുടരും. വിഴിഞ്ഞത്ത് ജോണിനായുള്ള അന്വേഷണവും തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് വിഴിഞ്ഞത്ത് കൂടുതൽ മുങ്ങൽ വിദഗ്ധരെയും സേനാ വിഭാഗങ്ങളെയും എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. ശക്തമായ കടലൊഴുക്കും തിരമാലയും പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. ഓക്കെ, നമ്മൾ ലോക്കൽസ് പറഞ്ഞ ഏരിയ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അവർ ആ ഏരിയ പറഞ്ഞ് നമ്മൾ സർക്കിൾ പാറ്റേൺ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിക്കേറി വന്ന് പിന്നെ ഒരു പാറ്റേൺ അടിച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് നോക്കാൻ നോക്കുമ്പോഴാണ് നല്ല റഫായത്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം കണക്കിലെടുത്ത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് വിഴിഞ്ഞത്ത് ജോണിനായും മുതലപ്പുഴയിൽ ഷിജിനായും നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഹെലികോപ്റ്ററും കടലിൽ പരിശോധന നടത്തും. തെരച്ചിൽ ശക്തമാക്കാൻ നാവികസേനയുടെ സ്കൂബ സംഘവും രംഗത്തുണ്ട്. നേവി സംഘത്തിനായി കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസ് ഗ്രൗണ്ടിൽ പ്രത്യേക ഹെലിപാഡ് സജ്ജമാക്കി. നേവിയുടെ റെസ്ക്യൂ കപ്പലായ INS കൽപ്പേനിയും തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ വ്യാപകമാക്കിയത്. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഹെലിപാഡ് നിർമ്മിച്ച കടലിൽ കാണാതായ ഗൗതമിനായുള്ള തിരച്ചിലിന് സഹായമേകി മാതാ അമൃതാനന്ദമയി മഠം. കൊല്ലം അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് നാവികസേനയുടെ രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായി ഹെലിപാഡ് നിർമ്മാണം നടത്തിയത്. കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും ജില്ലാ കളക്ടറുടെയും അഭ്യർത്ഥനയെ തുടർന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അടിയന്തര പ്രവർത്തനം ആരംഭിച്ചത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെയും അമൃത സർവകലാശാലയിലെയും ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടെ ഹെലിപാഡിന്റെ നിർമ്മാണം പൂർത്തിയായി നാവികസേനയ്ക്ക് കൈമാറി. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തെരച്ചിൽ ശക്തമാക്കാൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും ഹെലിപാഡ് സഹായകരമാകുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് പറഞ്ഞു.
ഇനി ഇൻ കേസ് ആശ്രാമ മൈതാനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്ലാൻ ബി നമ്മൾ അമൃതമഠത്തിൻ്റെ മൈതാനം അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് എല്ലാം തീർത്ത് അതും റെഡിയാണ്. എനിക്ക് അവരുടെ ഹെലിപാഡിൻ്റെ എന്താ പറഞ്ഞ ഡയമീറ്റർ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഡയമെൻഷൻസ് സ്കെച്ച് ഉൾപ്പെടെ അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ എനിക്ക് അയച്ചു തന്നു. മിനിസ്റ്ററുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരപ്പം തന്നെ വില്ലിങ്സ് രാത്രി തന്നെ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള നാഷണൽ ഹൈവേയുടെ അടുക്കുന്ന അതിൻ്റെ ബിറ്റുമെനോ മറ്റേ കോൺക്രീറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരികയും അത് അതിനുള്ള എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അമൃതാനന്ദ മഠത്തിൽ നിന്ന് ലഭിച്ച സപ്പോർട്ട് വളരെ വളരെ പ്രശംസനീയമാണ്. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് അമൃതാനന്ദ മയിൽ ഉണ്ട്, ഞാനത് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറാണ് അത് പറഞ്ഞത്. അദ്ദേഹമാണ് അത് ആക്ച്വലി കോർഡിനേറ്റ് ചെയ്ത് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇത് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് പോകുന്നതെന്നുള്ളത് അദ്ദേഹം ആണ് ആക്ച്വലി അമൃതാനന്ദമയുടെ മഠത്തിലെ കാര്യങ്ങൾ എനിക്ക് സപ്പോർട്ട് തന്നത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായതിൽ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത തെരച്ചിലാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായവരെ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതാകുന്നത് എന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് 148 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ അഖില കേരള ധീവര സഭയുടെ പണ്ഡിറ്റ് കറുപ്പൻ ജന്മദിനാഘോഷത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികളെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് കാണുന്നതെന്നും കടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 148 പേരെയാണ് കാണാതായതെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 ദിവസമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു കുറേ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അപ്പോൾ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നു. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാണാതെ പോയവരുടെ എണ്ണം എത്രയും വരെയാണ് 148. നിലവിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ 7 വർഷം കാത്തിരിക്കണം. ഇത് ഇല്ലാതാക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും ശ്രമമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കൊച്ചിയിൽ അഖില കേരള ധീവര സഭയുടെ പരിപാടിക്കെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. അമൃത ന്യൂസ്, കൊച്ചി. ജലനിരപ്പിൽ നേരിയ കുറവുണ്ടായെങ്കിലും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞിട്ടില്ല. വിവിധ പ്രദേശങ്ങളിൽ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നുവെങ്കിലും ഇപ്പോഴും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. കൂടുതൽ പാടശേഖരങ്ങളിൽ മട വീണത് രണ്ടാം കൃഷി ഇറക്കിയ കർഷക കുടുംബങ്ങളെ കടുത്ത ദുരിതത്തിലാക്കി. അപ്പർ കുട്ടനാട് മേഖലയിൽ ആശ്വാസത്തിന്റെ തിരിതെളിഞ്ഞുവെങ്കിലും കുട്ടനാട്ടിൽ ആശങ്കകൾ അവസാനിക്കുന്നില്ല. ജലനിരപ്പിൽ കുറവുണ്ടെങ്കിലും വെള്ളം പൂർണ്ണമായും ഇറങ്ങാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. പ്രധാന പാതയായ AC റോഡിലടക്കം പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായത് യാത്രാ ദുരിതവും വർദ്ധിപ്പിച്ചു. AC റോഡിൽ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളം കയറിയത് വാഹനയാത്രികരെ വല്ലാതെ വലച്ചെങ്കിലും KSRTC സർവീസുകൾ മുടങ്ങാതെ തുടരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട്. പള്ളിക്കൂട്ടുമ ഒന്നാങ്കര ഭാഗത്തും മങ്കൊമ്പ് ജംഗ്ഷനിലും നസ്രത്ത് മേൽപ്പാലത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളിലും കഴിഞ്ഞ ദിവസം വെള്ളം കയറി. സമീപത്തെ പാടശേഖരത്തിൽ മട വീണതാണ് ഒന്നാങ്കര മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായ പൂവം, മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മാറ്റമില്ലാതെ ദുരിതം തുടരുകയാണ്. AC റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോട് കര കവിഞ്ഞതാണ് റോഡിൽ വെള്ളം ഉയരാൻ കാരണമായത്. ഇടവിട്ടുള്ള മഴ നേരിയ ആശ്വാസം പകരുന്നുണ്ടെങ്കിലും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയാൽ മാത്രമേ ജനജീവിതം പൂർവ്വസ്ഥിതിയിലാകൂ. അമൃത ന്യൂസ്, ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ വിവരം അറിയിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നേവിയും കോസ്റ്റ് ഗാർഡും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏകോപനത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായോ എന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡേറ്റ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ എനിക്കൊരു ദിവസം 7:15 മണി സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രി വിളിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പൂർണ്ണ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ഡിഫൻസ് മിനിസ്റ്ററോടും പ്രൈം മിനിസ്റ്റർ ഓഫീസറോടും സംസാരിച്ചു.
അന്ന് 12 മണി മുതൽ കോസ്റ്റ് ഗാർഡും നേവിയും കംപ്ലീറ്റ് മൊബിലൈസ് ആയി 9-10 ദിവസമായിട്ട് അവരുടെ സെർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ട്രാജഡിയാണ്. അവരെ കാണാൻ ഞാൻ ഇന്ന് പോകുന്നുണ്ട്, അവരെ കുടുംബങ്ങളെ കാണാൻ പോകുന്നുണ്ട്. പക്ഷെ അവര് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു എന്താണ് പ്രതീക്ഷ. നോക്കൂ, ഈ സെർച്ച് നടത്തുന്നത് നേവിയും കോസ്റ്റ് ഗാർഡാണ്. അവർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന, അവർ എത്രയോ കാലമായി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷനാണ്. ഇതിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കോർഡിനേറ്റ് ചെയ്യുന്നില്ല എന്ന് അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് അവർ ഫോൺ ചെയ്തപ്പോൾ അന്ന് തന്നെ ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, ഞാനൊരു മന്ത്രിയൊന്നും അല്ലല്ലോ, ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഡിഫൻസ് മിനിസ്റ്ററോട് സംസാരിച്ചു, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും ഹോം മിനിസ്റ്ററുടെ ഓഫീസോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റ് നേവിയും കോസ്റ്റ് ഗാർഡ് വഴി അത് അന്ന് തന്നെ തുടങ്ങി. ഈ സർക്കാരിന്റെ കാലത്ത് 3 പേരെയാണ് കടലിൽ കാണാതായിട്ടുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത്യന്തം ഹീനമെന്ന വി മുരളീധരൻ MLA. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന പിൻവലിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു നാടിൻ്റെ ഭരണാധികാരിയിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ആദ്യം മാപ്പ് പറയണം ഈ കേരളത്തിലെ ജനങ്ങളോട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേര് മരിച്ചു അല്ലെങ്കിൽ കാണാതായി. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 4 എണ്ണല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ 147 പേർ കാണാതാകുന്നത് വരെ ഈ സർക്കാർ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിനു മുൻപ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ കടൽ തീരത്ത് അന്വേഷിക്കാൻ പോയപ്പോൾ ഉണ്ടായ പ്രതികരണം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം അത് തീരദേശ മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ തന്നെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. കൊല്ലം നീണ്ടകരയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ തിരച്ചിലിനായി ഹെലികോപ്റ്ററിന് ഇറങ്ങാനും ഇന്ധനം നിറയ്ക്കുന്നതിനുമുള്ള പ്രശ്നം പരിഹരിച്ചത് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഒറ്റ രാത്രി കൊണ്ട് ഹെലിപാഡ് നിർമ്മിച്ചതിൽ നിർണായകമായത് അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ ടീമാണെന്നും സുരേഷ് ഗോപി അമൃത വാർത്തകളോട് പ്രതികരിച്ചു. സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാതാമൃതാനന്ദമയി മഠം തിരച്ചിലിനായി ഹെലിപാഡ് നിർമ്മിച്ചു നൽകിയത്. ആർക്കെങ്കിലും ഒരു ഡിസ്ട്രസ് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്തെങ്കിലും ലിഫ്റ്റിംഗ് അവിടെ നിന്ന് ആവശ്യമാണെങ്കിൽ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അനിവാര്യമാണ്. ആ ഹെലികോപ്റ്ററിന് റീഫ്യൂവലിങ്ങിനുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ അമ്മയാണ് അത് പരിഹരിച്ചത്. അമ്മ അമൃത സ്വരൂപാനന്ദ സ്വാമി എടുത്ത് പറഞ്ഞിട്ട് അപ്പം തന്നെ എൻജിനീയറിംഗ് കോളേജിലെ ടീം ഇന്നലെ രാത്രി 11 മണി മുതൽ അവിടെ വള്ളിക്കാവിൽ എൻജിനീയറിംഗ് അമൃത എൻജിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലത്ത് 25 മീറ്റർ ഡയയിൽ പുതിയ ഹെലിപാഡ് ഉണ്ടാക്കി. കോൺക്രീറ്റ് ചെയ്യാൻ മിക്സറുമായിട്ട് NH ടീം മുഴുവൻ വന്നു. പക്ഷേ അവർ കോൺക്രീറ്റ് ഇട്ട 24 മണിക്കൂറാവും സെറ്റാവാൻ. അതിന് എൻജിനീയറിംഗ് ടീം തന്നെ പറഞ്ഞത് മെറ്റലിട്ട് നല്ലതുപോലെ ഇടിച്ചുറപ്പിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻ്റർലോക്ക് ഇട്ട് അത് കംപ്രസ് ചെയ്തുണ്ടാക്കിയ ബ്രിക്സ് ഉണ്ട്, വലിയ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബ്രിക്കും കൊണ്ടുവന്ന് അവർ രാവിലെ 9 മണിയായപ്പോൾ തയ്യാറായി. ഇന്ന് കാലത്ത് പുറപ്പെടേണ്ട കോസ്റ്റ് ഗാർഡിന് ഹെലികോപ്റ്ററിനൊരു ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി. അതിൻ്റെ ആൾക്കാർ വന്ന് കറക്റ്റ് ചെയ്ത് 10:30 മണിയാകുമ്പോൾ റെഡിയാവുമെന്നും അറിയിച്ചു. അതിന് റീഫ്യൂവലിങ്ങിനുള്ള ടാങ്കർ വരാനുള്ള വഴി വരെ അമ്മ അവിടെ നിർദ്ദേശിച്ച് നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി ഇട്ടു. ഇപ്പോൾ അവിടെ സെർച്ചും ഹണ്ടും ഒക്കെ വളരെ ശക്തമായി നടക്കുന്നു. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടങ്ങൾ. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ മദൻപൂർ ഖദറിൽ ഓടയിൽ വീണ യുവാവിനെ കാണാതായി. 24 മണിക്കൂർ കൂടി ഇടവിട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. അസമിൽ മഴക്കെടുതിയിൽ മരണം 99ആയി. ഡൽഹിയിൽ കഴിഞ്ഞ 4 ദിവസമായി പെയ്ത കനത്ത മഴയിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. മെഹ്റോളി, ബദർപൂർ, ദൗളക്കാൻ, ഗുരുഗ്രാം മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. തെക്ക് കിഴക്കൻ ഡൽഹിയിലെ മദൻപൂർ ഖദറിൽ ഓടയിലെ വെള്ളത്തിൽ വീണ യുവാവിനെ കാണാതായി.
ദിയോളിക്കാവ് മേഖലയിൽ മഴയിൽ മതിൽ തകർന്നു വീണ് നിരവധി വാഹനങ്ങൾ തകർന്നു. ഗുരുഗ്രാമിൽ റോഡ് വെള്ളത്തിനടിയിലായതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും അടുത്ത 24 മണിക്കൂർ ഇടവിട്ട മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസം, മേഘാലയ ഉൾപ്പെടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിർത്താതെ പെയ്ത കനത്ത മഴ ജനജീവിതം ദുസ്സഹമാക്കി. അസമിൽ മഴക്കെടുതിയിൽ ഇതുവരെ 99 മരണം റിപ്പോർട്ട് ചെയ്തതായി സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. 14 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 400-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഒളിവിൽ കഴിയുന്നതിനിടെ അർജുൻ ആയങ്കിക്ക് സഹായം ചെയ്തതിനെ തുടർന്ന് അറസ്റ്റിലായ അജയ് ആയങ്കിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അജയ്ക്ക് ജാമ്യം നൽകാൻ ഗുണ്ടാ നേതാവ് എത്തിയെങ്കിലും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാൻ തുടങ്ങിയതോടെ സഹോദരൻ അഖിൽ ആയങ്കി എത്തി രണ്ടാം ജാമ്യക്കാരനാവുകയായിരുന്നു. അജയ്യെ വിട്ടയച്ചുവെങ്കിലും ഗുണ്ടാ നേതാവ് കരുതൽ തടങ്കലിൽ കഴിയുകയാണ്. മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നത് അജയ് അല്ലെന്നും അഖിൽ ആയങ്കി പ്രതികരിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെ കോഴിക്കോട് നടക്കാവ് ഭാഗത്തെ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് അജയ് പിടിയിലായത്. അർജുൻ ആയങ്കിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചതിന് പിന്നാലെ കേസ് നടത്തിപ്പിനാവശ്യമായ പണം സമാഹരിക്കാൻ അജയുടെ ബാങ്ക് അക്കൗണ്ടാണ് ഉപയോഗിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുൻ ആയങ്കിയെ പിടികൂടിയ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞു. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ഇതാകും അനുഭവമെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ പറഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷന് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിൽ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസി പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായ അവരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല, ഒരു സംശയവും വേണ്ട. അർജുൻ ആയങ്കിയെ പിടികൂടുമെന്ന് ഉറപ്പായിരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ഒളിവിലിരുന്ന് പോസ്റ്റിടാൻ ആർക്കും കഴിയുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. എന്ത് വന്നാലും പിടിയിലാവുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ 1-2 ദിവസം ഒരു ഷോ കാണിച്ച് നടക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ആർക്കും ഒളിവിലിരുന്ന് പോസ്റ്റ് ഇടാൻ തടസ്സമൊന്നുമില്ലല്ലോ. ഏതായാലും പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു, പിടിക്കുകയും ചെയ്തു. അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിലൂടെ സമൂഹത്തെയാണ് വെല്ലുവിളിച്ചതെന്ന് ADGP പി വിജയൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അർജുൻ ആയങ്കി നടത്തുന്നത് ഷോ മാത്രമാണ്. പോലീസിനെ വെല്ലുവിളിച്ചു എന്നത് അർജുൻ ആയങ്കിയുടെ തോന്നൽ മാത്രമാണെന്നും ഗുണ്ടകൾക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് മാരത്തോൺ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും പി വിജയൻ പറഞ്ഞു. ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമൻ്റ് ഇടുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലുണ്ട്. അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റമാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇവിടെ ചില ഗുണ്ടകൾ അവരുടെ ഗ്യാങ്ങിനെയൊക്കെ ചേർന്നുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതൊരു ഹീറോയിസം ആകെ മാറുക, എന്നിട്ട് യങ്സ്റ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെ ആളുകളിൽ ഒരു വലിയ ക്ലൗട്ട് സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തത്. അത്തരം കാര്യങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് നല്ലതല്ല. അത് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അല്ല, അതൊരു ഹീറോ വർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്.
ഞാൻ പറഞ്ഞല്ലോ, ഒരു CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലല്ലോ. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കില്ല. ഡൽഹിയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന് പറഞ്ഞ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് പരിശോധന. തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ പോലീസ് സംഘമാണ് TG മോഹൻദാസിന്റെ കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയത്. 10 ദിവസം മുൻപാണ് കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിനാണ് അന്വേഷണ ചുമതല. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്നും സൂചനയുണ്ട്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കും എന്ന ഉറപ്പ് നൽകാതെ സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് അതേപടി താഴെത്തട്ടിലേക്ക് നൽകുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്നും 2 വരി മാത്രമേ ആലപിക്കുകയുള്ളൂ എന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയതിനെതിരെ പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികളിൽ പ്രതിഷേധം ശക്തമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ എല്ലാ വീടുകളിലും ത്രിവർണ പതാക പദ്ധതിയുടെ ഭാഗമായ ആഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് നിർദ്ദേശിച്ചത്. ഇത് പ്രകാരം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയതോടെയാണ് വിവാദമുയർന്നത്. എന്നാൽ സംസ്ഥാന ജില്ലാ തലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഔദ്യോഗികമായി നടക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. ഹർ ഘർ തിരംഗ എന്ന പേരിൽ നടക്കുന്ന അനൗപചാരിക പ്രചാരണത്തിന് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രോട്ടോകോൾ അനുസരിക്കില്ലെന്നും കേരളത്തിൽ വന്ദേമാതരം 2 വരി മാത്രമേ ഉണ്ടാകൂവെന്നും മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. ഗവർണർ പങ്കെടുത്തതിനാലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ പുതിയ സംഗതി അല്ലെന്ന് മന്ത്രി N ശംസുദ്ദീനും പറഞ്ഞു. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്നത് RSS നയമാണെന്നും അത് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് ഉറപ്പായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വാതന്ത്ര്യദിന ക്വിസിൽ VD സവർക്കർ പുകഴ്ത്തിയ വിവാദ ചോദ്യാവലി സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്വിസ് മത്സരത്തിനുള്ള ചോദ്യം തയ്യാറാക്കിയിരുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ ബുധനാഴ്ച FCRA ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. ഔദ്യോഗിക രേഖകളിൽ കേരളം എന്നതിനു പകരം കേരളം എന്നാക്കുന്നത് ഉൾപ്പെടെയുള്ള 4 ബില്ലുകളും നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. അതേസമയം CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയുന്നവരെ പാർലമെന്റ് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഈ മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപായി FCRA ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. FCRA ബില്ലിന്മേലുള്ള ചർച്ചകൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. നിലവിൽ പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിന് പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ തുടങ്ങി മറ്റു 4 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. FCRA ഭേദഗതിയെ ശക്തമായി എതിർക്കുമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കിയത്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബിൽ അല്ലാത്തതുകൊണ്ട് തന്നെ FCRA പാർലമെന്റിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിനുണ്ട്. വനിതാ സംവരണം, മണ്ഡല പുനർനിർണയ, ഭരണഘടനാ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കില്ല എന്നാണ് റിപ്പോർട്ട്. 10, 11, 12 തീയതികളിൽ മുഴുവൻ അംഗങ്ങളോടും നിർബന്ധമായും ഹാജരാകാൻ നിർദ്ദേശിച്ച് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി നൽകും വരെ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കാര്യമായ ചലനമുണ്ടാക്കാനായില്ല എന്ന ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി.
തരൂരിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി. ശശി തരൂരിന്റെ പ്രസ്താവന ബിജെപിയുടെ കയ്യിൽ വടി കൊടുക്കുന്നതാണ് എന്നായിരുന്നു വിമർശനം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെയും കോൺഗ്രസിനെയും താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസ്താവന. രാഹുലിന്റെ സംവാദ പരിപാടി ചാത്രോം കി ഗുഞ്ചന് ജനസികളുടെ വിഷയങ്ങൾ പ്രതിഫലിപ്പിക്കാനും ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനും സാധിച്ചില്ലെന്നും തരൂർ വിമർശിച്ചിരുന്നു. തരൂരിന്റെ പരാമർശത്തിൽ പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാവ് തള്ളിപ്പറഞ്ഞത് ബിജെപിയുടെ കയ്യിൽ വടികൊടുക്കുന്നതാണെന്ന് നേതാക്കൾ വിമർശിച്ചു. രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടിയെന്നും രാഹുൽ നടത്തിയ പ്രചാരണവും പിന്തുണയും അവർക്ക് ഗുണകരമായെന്നും മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. राहुल गांधी जी ने सबसे पहला मुद्दा उन्होंने उठाया. मैं ये नहीं कहना चाहता कि किसी छात्र ने नहीं उठाया, किसी पार्टी ने नहीं उठाया, लेकिन मेरा ये कहना है कि सबसे पहले अगर किसी ने इस मुद्दे को उठाकर कोटा में गए, सबसे मिले, उसके बाद में उसमें जान आ गई, सब चल रहा है. और उसी के साथ साथ छात्र भी अपनी डिमांड को रखे हैं, वो भी लड़ रहे हैं, लेकिन उनके लड़ाई को सबसे ज्यादा पुष्टि मिली राहुल गांधी जी के कार्यक्रम के. और राहुल गांधी जो यंगस्टर्स को बूस्ट दे रहे हैं, उस बूस्ट का फायदा उनको भी हुआ. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. വിവാദമായതോടെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന വിശദീകരണമാണ് ശശി തരൂർ നൽകിയത്. പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ വാക്കുകൾ വ്യാഖ്യാനിച്ചെന്നും തരൂർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന സംവാദ പരിപാടിയിലായിരുന്നു രാഹുലിനെ വിമർശിച്ചുകൊണ്ടുള്ള തരൂരിന്റെ പ്രസ്താവന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എറണാകുളം പിറമാടം സെന്റ് ജോൺസ് ബത്ലഹീം ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗം വൈദികർ തമ്മിലടിച്ചു. ഓർത്തഡോക്സ് വൈദികൻ ആരാധനയ്ക്കെത്തിയത് മറുപക്ഷം തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതി വിധി ലഭിച്ചതിനെ തുടർന്നാണ് വൈദികൻ ആരാധനയ്ക്കെത്തിയത്. സംഘർഷത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പിറമാടം സെന്റ് ജോൺസ് ബത്ലഹേം പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം കോടതി ഉത്തരവുമായി എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. ഈ സമയത്ത് യാക്കോബായ വിഭാഗം പ്രാർത്ഥന നടത്തുകയായിരുന്നു. തങ്ങൾക്ക് പ്രാർത്ഥന നടത്തണമെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആവശ്യപ്പെട്ടതോടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഓർത്തഡോക്സ് യാക്കോബായ വൈദികരും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷത്തെ തുടർന്ന് പള്ളിയുടെ നിയന്ത്രണം നിലവിൽ പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്ത ദിവസം കളക്ടറുമായി ചർച്ച നടത്തിയ ശേഷമാകും പള്ളിയിൽ ആരാധന നടത്തുക. നേരത്തെ ആരാധന നടത്താൻ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി കോടതി ഉത്തരവ് ലഭിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കക്കോടിപ്പാലത്ത് ആനക്കൊമ്പുമായി 5 പേർ അറസ്റ്റിൽ, 2 പേർ ഓടി രക്ഷപ്പെട്ടു. പിടികൂടിയ ആനക്കൊമ്പിന് കോടികൾ വില വരും. 1 കിലോയ്ക്ക് 20 ലക്ഷം എന്ന നിലയിൽ ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയിലായത്. വിസ വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെന്ന പരാതിക്ക് പിന്നാലെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ഇരകൾ. ഫ്ലൈഗൻ ഓവർസീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശികളുടെ വീട്ടിലേക്കായിരുന്നു പ്രതിഷേധം. തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫ്ലൈഗൻ ഓവർസീസ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ പൂമ്പാറ സ്വദേശികളായ ജൈനറ്റ് ചാക്കോയും സഹോദരൻ ജെയിൻ ചാക്കോയും ചേർന്ന് 3 കോടി തട്ടിയെടുത്തെന്നാണ് പരാതി. വിദേശത്ത് ഉയർന്ന ജോലിയും വിസയും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇതേ തുടർന്ന് നാട്ടുകാരെ സൂക്ഷിക്കുക, ഇവർ കോടികളുടെ തട്ടിപ്പുകാരാണ് എന്ന ഇരുവരുടെയും ഫോട്ടോ സഹിതമുള്ള മുന്നറിയിപ്പ് ബോർഡും പിടിച്ചുകൊണ്ടായിരുന്നു 45 ഇരകളുടെ പ്രതിഷേധം. നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും നോട്ടീസുകളും വിതരണം ചെയ്തു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇവർ. ജെയിനക്ക് എന്ന് പറയുന്ന 2 പേരുടെ പേരിൽ പൈസ കൊടുത്തിരുന്നു. ആ പൈസ ഞങ്ങൾക്ക് ജോലിയുടെ കാര്യം ശരിയായിട്ടില്ല. ആ പൈസ ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വന്നേക്കണാണ്. ഞാൻ 10ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരുന്നത്. ഞങ്ങൾ 4 പേരുടെ പൈസ ഒരു 16 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോലി പോളണ്ടിലേക്കാണ് നമുക്ക് ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നത്. തിരുവമ്പാടി സ്റ്റേഷനിലും പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലും ഓൾറെഡി എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. ഇതുവരെ അവിടുന്ന് ഒരു പോലീസോ ആരും അവിടുന്ന് തിരിച്ചു വിളിച്ചിട്ട് പോലില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങിയത്. തങ്ങളുടെ പണം ഉടൻ തന്നെ തിരികെ ലഭിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നടക്കമുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് വിവരം. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് പാണത്തൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടി. ഡോക്ടർമാരില്ലെന്ന പേരിലാണ് മലയോര മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കില്ല എന്ന് നോട്ടീസ് പതിച്ചു. 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന മലയോരത്തെ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിഷേധവുമായി CPM നേതൃത്വം രംഗത്തെത്തി. പനിയും മറ്റു മഴക്കാല പകർച്ചവ്യാധികളും കാരണം ചികിത്സ തേടി 100 കണക്കിന് രോഗികൾ
ദിവസവും ആശുപത്രികളിൽ എത്തുമ്പോഴാണ് മലയോര മേഖലയായ പാണത്തൂരിൽ ഡോക്ടർമാരില്ലെന്ന പേരിൽ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ഡോക്ടർമാരുടെ ക്ഷാമമുള്ളതിനാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ലഭ്യമല്ല എന്നാണ് മെഡിക്കൽ ഓഫീസറുടെ അറിയിപ്പ്. ആശുപത്രിയിലുണ്ടായിരുന്ന 3 ഡോക്ടർമാരും PG പരീക്ഷ എഴുതാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവധിയിൽ പ്രവേശിച്ചതോടെയാണ് കാസർകോട്ടെ മലയോര മേഖലയിൽ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയത്. ഡോക്ടർമാർ അവധിയിൽ പ്രവേശിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിലും ഒഴിവ് നികത്താൻ ആവശ്യമായ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ പ്രതിഷേധിച്ച് CPM നേതൃത്വവും രംഗത്തെത്തി. മലയോര ഗ്രാമപഞ്ചായത്തുകളായ പനത്തടി, കള്ളാർ എന്നിവിടങ്ങളിൽ നിന്നായി 300ഓളം പേർ ദിവസേന ചികിത്സ തേടുന്ന ആശുപത്രിയാണ് അടച്ചുപൂട്ടിയത്. 32ഓളം ഉന്നതികളുള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ കർണാടകത്തിലെ ജനങ്ങളും ഈ ഹോസ്പിറ്റലിനാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം അനുഭവിക്കുന്നതാണ്. ജനങ്ങൾ ആശങ്കയിലാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഡോക്ടറെ നിയമിച്ച് ഇതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം. പാണത്തൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചിരുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം ഇനി ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. 5 ഡോക്ടർമാരുടെ തസ്തികയാണ് അടച്ചുപൂട്ടിയ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത്. അമൃത ന്യൂസ്, കാസർഗോഡ്. തമിഴ്നാട് നീലഗിരിയിൽ കടുവയുടെ ആക്രമണത്തിൽ വയോധികന് ദാരുണാന്ത്യം. 4-ാം നമ്പർ കാമരാജ് ബാലവാടിക്ക് സമീപം ബാലകൃഷ്ണനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൃഷിയിടത്തിൽ വെള്ളം തുറന്നുവിടാൻ പോയ ബാലകൃഷ്ണനെ കാണാതാവുകയായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ബാലകൃഷ്ണന്റെ ശരീരാവശിഷ്ടങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ബന്ധുക്കളെയും നാട്ടുകാരെയും കാണിക്കാതെ വാഹനത്തിൽ കൊണ്ടുപോയി എന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. മലപ്പുറം അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തിരൂർ സ്വദേശിയായ 35 വയസ്സുള്ള ഷംസുദ്ദീൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്നാണ് ഷംസുദ്ദീനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്.